ഹേ ഗായ്സ്, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ എന്താണെന്ന് വെച്ചാൽ ഓണമാണ്. അപ്പോൾ ഓണത്തിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ് നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. അപ്പോൾ ആൻറ്റീൻ്റെ വീട്ടിലാണ് ഇന്ന് ഓണം. അപ്പോൾ അതുകൊണ്ട് ആൻറ്റി അങ്ങേക്ക് പോവും ഉച്ചക്ക്. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുക്കും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിലെ ഓണം എടുക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമ്മൾ പൂവിടട്ടെ. അപ്പോൾ നമ്മളിതാ പൂ വരക്കാൻ വേണ്ടി ആദ്യം കളം വരക്കണം. അപ്പോൾ നമ്മൾ ഈ നൂല് ഇങ്ങനെ ചുരുട്ടിയിട്ട് ചോക്ക് വെച്ചിട്ടാണ് വരക്കുക. ഇത് ഈ പോയിന്റിൽ ഇവിടെ നൂല് വെച്ച് ഇതാ ഇതേപോലെയാണ് വരക്കുക. അത് പൊട്ടി. അപ്പോൾ നമ്മളിതൊരു ചെറിയൊരു വട്ടം വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറേ ഡിസൈന് അങ്ങനെ എല്ലാവർക്കും കാണിച്ചു തരാം. ഗായ്സ്, അപ്പോൾ ഇതാ നമ്മുടെ ഓണപ്പൂക്കളം ഇട്ടിട്ടുണ്ട്. മിക്കു ഇടുന്ന് നോക്കുന്നുണ്ട് കേട്ടാ, മിക്കു നോക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ഓണപ്പൂക്കല. ഈടെ കുറച്ച് വലുതായിപ്പോ. ഇനി അത് ഓരോരോ ഡിസൈനിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇവിടെ വലുത്, ഇവിടെ ചെറുത് അങ്ങനെയെല്ലാം ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ഒരു അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ അത് കഴുകി വെച്ചാണ്. മിക്കു ഇതെവിടെ ഇരിക്കുന്നുണ്ട്. മിക്കു, ഓണപ്പൂക്കളം എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മൾ ഇപ്പം പോവും, അമ്പലത്തിലേക്ക് പോകുന്നതും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ അച്ഛൻ ഇതാ ഇവിടെ ഇരുന്നിട്ടുണ്ട്, ഫോണ് വിളിക്കലാണ്. അപ്പോൾ നമ്മളെ സദ്യ റെഡിയാക്കുന്ന തിരക്കിലാണ് അമ്മ. ഇതെൻ്റെ അമ്മയാണ്, ഇത് അമ്മമ്മ. അമ്മമ്മ ഒരു ഹായ് ആക്ക്. ഹായ്. യൂട്യൂബിലാണ്. അപ്പൊ ഇത് നമ്മള് തേങ്ങാപ്പാല് പിന്നിട്ട് എന്നാ അമ്മയാക്കുന്നേ ഓലൻ ആക്കുകയാണ്. പിന്നെ ഇതാ ഇവിടെ ഉണ്ടല്ലോ റെഡിയാക്കി വെക്കും. അപ്പൊ അങ്ങനെയാണ്. ഇതാ ആന്റി കൊറേ പച്ചക്കറി. ആന്റി എന്നാ ഇത് ചേമ്പ് വെക്കുവേന്ന്. അപ്പൊ ഇവരെല്ലാം ഇടുന്നാന്ന് ഓണം. അപ്പൊ നമ്മളൊന്ന് അമ്പലത്തിൽ പോയി ഫോട്ടോ എല്ലാം എടുത്തിട്ട് അപ്പൊ അത് കാണിച്ചു. ഓക്കെ ഫ്രണ്ട്സ്, നമ്മള് പോവാണ് അമ്പലത്തിലോട്ട്. വരുന്നുണ്ട്. അപ്പൊ കുറച്ച് 2-3 ആൾ അവിടെ നിന്നിട്ടുണ്ട്. നമ്മളെല്ലാരും കൂടിയിട്ടാ പോകുന്നത്. അപ്പൊ അവിടെ എത്തിയിട്ട് കാണിക്കും. ഓക്കെ, ഫോട്ടോ എടുക്കാനാ പോകുന്നത്, അമ്പലത്തിൽ പ്രാർത്ഥിക്കാനല്ല കേട്ടാ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിതാ പോയിന്ന് അമ്പലത്തിലോട്ട്. അമ്പലത്തിലേക്കുള്ള റിസ്ക് വഴിയാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ട് പോയിന്ന്. ഇനി പോയിട്ട് കുറച്ച് ഫോട്ടോ, അമ്പലത്തിലൊന്നും കയറൂല, ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ ഫോട്ടോ എല്ലാം എടുക്കുമ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അപ്പം ഫ്രണ്ട്സ്, ആ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. അവർ അമ്പലത്തിലേക്ക് കയറുന്നത്. അപ്പം എൻ്റെ വീട്ടിലുള്ളിയാണ് പിന്നെ അത് തൊട്ടിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണിത്. കഴിച്ചു തുടങ്ങി. പിന്നെ കൂട്ടുകറി, പച്ചടി, അവിയൽ, തോരൻ, പിന്നെ കണ്ണൂർക്കാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് മീൻ. ചിക്കൻ ഉണ്ട്, ചെമ്മീനുണ്ട്, അയല ഫ്രൈ ഉണ്ട്, അങ്ങനെ എല്ലാ സദ്യ, പപ്പടം, പിന്നെ 2 തരം പായസവും ഉണ്ട്. അങ്ങനെ ഇപ്പോൾ കഴിക്കാൻ പോകുന്നതാണ്. ഇനി നമ്മൾ കഴിച്ചിട്ട് ബാക്കി അത് പറ്റി എടുത്തു. ഉള്ളുണ്ട്. അമ്മേ, ആരാ വന്നിട്ട് നോക്കിയട്ടെ. അമ്മേ, അമ്മേ, ആരാ വന്ന് നോക്കിയാട്ടെ. ഞാൻ സർപ്രൈസ് ആയിട്ട് വന്നേ. എന്റെ രാവിലെ പറഞ്ഞ എന്റെ മോനില്ലായിട്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണത്തിന് എന്റെ മോനുണ്ട്, ഇപ്രാവശ്യം ഇല്ലാത്തോണ്ട് എന്തോ പോലെയും. ആരാ മോന്റെ പ്രാരം വന്നിനി? അതെയാ, എന്നാവാ
ആയിട്ട് എന്റെ മോൻ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തായാലും കുറച്ചും കൂടി വീഡിയോസ് ഇതിനകത്ത് എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ പിള്ളേരെ കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ട്, ഗെയിംസ് കഴിഞ്ഞാലും നമ്മൾ ഡാൻസ് ഒക്കെ ആക്കിയിട്ട് അല്ല ഗെയിംസ് എല്ലാം ആക്കിയിട്ടുണ്ടല്ലോ മോനെ. ഇപ്പൊ ഇപ്രാവശ്യം മോൻ സർപ്രൈസ് ആയിട്ട് വന്നതുകൊണ്ട് എന്തായാലും വിചാരിച്ച ഒരു മറ്റുള്ളെല്ലാം ഒന്ന് എടുക്കാം, ഡാൻസ് എല്ലാം ഒന്ന്. നമ്മളെന്നാൽ അതും കൂടി വരുമ്പോ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു പോയതാണ്. കാരണം പെട്ടെന്ന് വേറെ പോകുന്നെടുക്കുന്ന ആഴ്ച ഇങ്ങോട്ടേക്ക് വരാൻ വെച്ചിട്ട് ഞാനും എന്റെ ചേച്ചിയും ഉണ്ട്. നമ്മളെ രണ്ടാളും കൂടി ഒരുമിച്ചിട്ട് വന്നതാണ്. ആന്റി അറിയേയില്ല നമ്മള് വന്നത്. സത്യമായിട്ട് എനിക്ക് അറിയേയില്ല. അങ്ങനെയാ ഞാൻ ഈ കുറച്ചും കൂടി സ്റ്റൈലായിട്ട് നിൽക്കുവേനു. അപ്പൊ എന്തായാലും ഇനി അടുത്ത നമ്മുടെ കുറച്ച് പരിപാടിയും കൂടി മോൻ വന്ന പോലെ നമ്മള് ചെയ്യുന്നതാണ്. ഇതല്ലേ സോമലി ഇപ്പൊ പഠിക്കും ഡാൻസ്, ഇപ്പൊ വേ പഠിക്കും. ഡാൻസാണേ. നമ്മുടെ ഒരു ഡാൻസ് രസം. ഓക്കെ മോളെ എന്നാ പാട്ട് വെച്ചോ. 3, 2, 1 കൈയെല്ലാം മക്കളെ ഡാൻസ്. അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെ ഓണാഘോഷ പരിപാടിയെല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ച്. ഇനി നമ്മൾ തിരിച്ച് ഇനി അടുത്ത വർഷത്തെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് നമ്മളെല്ലാ ആളുകളും കേരളീയർ എല്ലാവരും ആഘോഷിച്ച് ഏകദേശം കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ബൈ.